ഹരേ കൃഷ്ണ, നമസ്കാരം. ജ്യോതിഷ കൈരളിയിലേക്ക് സുസ്വാഗതം. എല്ലാവർക്കും, എല്ലാ ആത്മമിത്രങ്ങൾക്കും വിഷു ആശംസകൾ. നമ്മളിന്ന് വിഷു എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ വിഷു നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മളെ ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജ്യോതിഷപരമായിട്ട് നമുക്ക് അനുഭവയോഗം അല്ലെങ്കിൽ ഗുണം തരേണ്ടത് വ്യാഴവും ആദിത്യനുമാണ്. അനുഭവയോഗ കർത്താക്കളാണ്. അപ്പോൾ ആദിത്യൻ ഉച്ചനായി വരുന്ന മേടരാശിയിൽ ഉച്ചനായിട്ട് വരുന്ന സമയത്തെയാണ് നമ്മൾ വിഷു സംക്രമമായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ വർഷത്തെ വിഷു സംക്രമം വരുന്നത് ഏപ്രിൽ 14 രാവിലെ 9:32 AM ചതയൻ നക്ഷത്രം 3-ാം പാദത്തിലാണ്. ഈ വിഷു നമുക്ക് എങ്ങനെ ഇരിക്കും ഈ വർഷം? നമ്മൾ പ്രത്യേകിച്ചും ബിസിനസ്സുകാർ, പൊതുപ്രവർത്തകരായിട്ടുള്ള രാഷ്ട്രീയ, കലാ, സാംസ്കാരിക പ്രവർത്തകർ, ഉദ്യോഗ ലെവലിൽ പ്രവർത്തിക്കുന്നവർ, ഇവരുടെ എല്ലാം പ്രതീക്ഷ പൂവണിയുന്ന ഒരു സമയമാണ് സാധാരണ വിഷു. അതിന് പ്രധാന കാരണം പുതിയ സംരംഭങ്ങൾ ധാരാളം തുടങ്ങുന്നത് വിഷുവോടനുബന്ധിച്ച് വരുന്ന മേടപ്പത്തിനായിരിക്കും. അതുപോലെ തന്നെ ബിസിനസ്സിലെ ഡെവലപ്മെൻറ്റ്, പുതിയ നമ്മുടെ സാധ്യതകൾ, ഇതെല്ലാം മേടപ്പത്തൊരു വിശേഷപ്പെട്ട ദിവസം കൂടിയാണ്. അപ്പോൾ വിഷുവിന് നമ്മൾ ഇത്തവണ മേടക്കൂറുകാരെ സംബന്ധിച്ച്, അതായത് അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദക്കാരെ സംബന്ധിച്ച് എങ്ങനെയായിരിക്കും? പൊതുവിൽ നമുക്കിപ്പോൾ മേടക്കൂറുകാരെ സംബന്ധിച്ച് സമയം അത്ര നന്നായിട്ടല്ല പോകുന്നത് നമുക്ക് തന്നെ അറിയാം. കാരണം നമുക്ക് 7.5 ശനി തുടങ്ങിയിട്ടുണ്ട്, പിന്നെ വ്യാഴം 4 നിൽക്കുന്നതിൻ്റെ ഒരു അനിഷ്ടം, ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഇതിലെല്ലാം ചേഞ്ച് വരികയാണ്. ചേഞ്ച് വരുന്നു മീൻസ് ഇപ്പം നമ്മൾ ഈ വരുന്ന വിഷുവോടുകൂടി ചേഞ്ച് വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്, നമുക്ക് ഈ വിഷു കഴിയുമ്പോൾ, വിഷുവിന് ഉടനെ അല്ലെങ്കിലും ക്രമേണ അങ്ങോട്ട്, വിഷുവിന് നമ്മൾ പുതിയ പദ്ധതികളോ പുതിയ കാര്യങ്ങളോ ഒക്കെ തുടങ്ങി വയ്ക്കുക, പുതിയ അവസരങ്ങൾ തേടി വരിക, പുതിയ പദവികൾ തേടി വരിക, ഇതൊക്കെ വരാം. ഇതെല്ലാം ഗുണകരമാവുന്ന ഒരു കാലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കാരണം ഒരു ഏകദേശം ഒരു ജൂൺ മാസത്തോടു കൂടി വ്യാഴവും കൂടെ നമുക്ക് അനുകൂലമാവുകയാണ്. അപ്പോൾ വ്യാഴം അനുകൂലമാകുമ്പോൾ എന്ത് സംഭവിക്കുക വെച്ചാൽ, വ്യാഴം ഇപ്പം 3-ൽ വ്യാഴം ഒരിക്കലും അത്ര നന്നെന്ന് പറയാൻ പറ്റില്ല. ചാരവശാൽ 3-ൽ ഇരിക്കുന്ന വ്യാഴം നമുക്ക് ഗുണം ചെയ്യത്തില്ല വലുതായിട്ട്. അതേസമയം വ്യാഴം 4-ലേക്ക്, കുടുംബസ്ഥാനത്തേക്ക് ഉച്ചനായിട്ട് വരികയാണ്. ഉച്ചനായിട്ട് വരുമ്പോൾ ഉള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുടുംബപരമായിട്ട് കിട്ടേണ്ട ധനം ഇതെല്ലാം വന്നു ചേരും. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഫ്യൂച്ചറിലേക്കുള്ള ധനസ്വരൂപണത്തിനുള്ള വഴികൾ വന്നു ചേരും. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത പറയുകയാണെങ്കിൽ, കുടുംബ സ്വത്ത് ഭാഗിക്കാനോ അല്ലെങ്കിൽ അത് സംബന്ധമായിട്ടുള്ള കേസൊക്കെ നടന്നിരുന്നെങ്കിൽ അത് നമുക്ക് അനുകൂലമായിട്ട് വരും. ഇങ്ങനെ അതുപോലെ തന്നെ നമ്മൾ കിട്ടാതെ കിടന്ന ധനം, വളരെ മുൻപ് ആരെങ്കിലും സഹായിച്ചു, അവർക്ക് തിരിച്ച് സഹായിക്കണമെന്നുണ്ട്, പക്ഷേ അവർക്ക് ധനം കിട്ടാത്തതുകൊണ്ട് സഹായിക്കാതിരിക്കുകയാണെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് അവർക്ക് ധനം കിട്ടി, അവർ വന്ന് നമ്മൾ എഴുതി തള്ളിയ പോലെ ഇട്ടിരുന്ന ധനം തിരിച്ചു വരാം. ഇങ്ങനെയൊക്കെ വരാവുന്ന ഒരു പോസിറ്റീവായ കാലമാണ്. ഇനി മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സർക്കാർ രേഖകൾ, അതുപോലെ തന്നെ ഭൂമിപരമായ കാര്യങ്ങൾ, പഠന കാര്യങ്ങൾ, ഇതിലെല്ലാം നമ്മുടെ വിഷു സമയം അത്ര നന്നെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ വിഷു കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ക്രമേണ ഒരു വിഷു സംക്രമം കഴിഞ്ഞ് നമുക്കൊരു 2-3 മാസം കൂടി കഴിയുമ്പോൾ അനുകൂലമായിട്ട് വരും. അതുവരെയും അത്ര അനുകൂലമാണെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ നമുക്ക് മറ്റൊരു ഇതുള്ളത്, നമ്മുടെ 5-ൽ കേതു സഞ്ചരിക്കുന്ന സമയം ആയതുകൊണ്ട് നമുക്ക് പഠനം, അതുപോലെ തന്നെ പ്രധാന തീരുമാനം എടുക്കേണ്ട കാര്യങ്ങൾ, ജോലിയിൽ മാറ്റം, ഇങ്ങനെയുള്ള കാര്യം വരുമ്പോൾ നമ്മൾ വളരെ ആലോചിച്ചും ശ്രദ്ധിച്ചും ഒന്നിലധികം ഒപ്പീനിയൻ ചോദിച്ചുകൊണ്ട് വേണം നമ്മൾ തീരുമാനം എടുക്കാൻ. അതല്ലെങ്കിൽ അതിലെല്ലാം നമുക്ക് ചില ബ്ലോക്കുകൾ വരാൻ സാധ്യതയുണ്ട്. കാരണം അങ്ങനെ ബ്ലോക്ക് വരണമെന്നല്ല, അത് വളരെ ശ്രദ്ധിച്ചും ബുദ്ധിപൂർവ്വവും നമ്മുടെ സ്വന്തം തീരുമാനത്തിൽ മാത്രമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കരുത്. കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തണം. ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ വരുന്ന വർഷം, അതായത് ഈ നമ്മുടെ വിഷുവോടുകൂടി ഇനിയുള്ള ഒരു വർഷം നന്നായിരിക്കും. പ്രത്യേകിച്ചും ഉച്ചനായിട്ട് വരുന്ന വ്യാഴം നമുക്ക് കുറച്ച് നല്ല ഗുണകരമായ ഗുണവും തരും. കുടുംബ സൗഖ്യം വരും,
ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലോ ഇഷ്ടപ്പെട്ടവർ തമ്മിലോ ഒക്കെ കുറച്ച് അകൽച്ചയോ പിണക്കമോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറും. ഒരു നമ്മുടെ അകന്നിരുന്ന ബന്ധുക്കൾ നമ്മളെ സഹായിക്കാൻ തയ്യാറായി വരും. പുതിയ വാഹനം, വീട്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ഉടനെ അല്ലെങ്കിൽ ക്രമേണ ഒരു 2-3 മാസം കഴിയുമ്പോൾ എത്താൻ കഴിയും. അതിലൊക്കെ ഗുണകരമായി വരും. അതായത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ പൊതുവിൽ കഴിഞ്ഞ ഒരു വർഷത്തെ അപേക്ഷിച്ച് കുറച്ച് നല്ലൊരു കാലം വരികയാണ്. ഈ വർഷം നിങ്ങൾക്ക് ഗുണം ചെയ്യും. തീർച്ചയായിട്ടും ഈ വിഷുഫലം നമ്മളെപ്പോഴും ജ്യോതിഷത്തെ അപ്രോച്ച് ചെയ്യേണ്ട അതാണ്. ജ്യോതിഷത്തിലെ ഒരു ഗ്രഹങ്ങളും നമ്മളെ ദോഷം ചെയ്യുന്നില്ല. പകരം ആ ഗ്രഹങ്ങളുടെ ഗുണം അല്ലെങ്കിൽ കാരകത്വം നമ്മളുടെ സ്വഭാവത്തിലും നമ്മളുടെ തീരുമാനങ്ങളിലും നമ്മുടെ പ്ലാനിങ്ങിലും ഉണ്ടാക്കുന്ന അനിഷ്ടങ്ങളാണ് നമുക്ക് ദോഷമായി മാറുന്നത്. അപ്പം നമ്മളവിടെ ദൈവാധീനം വർദ്ധിപ്പിക്കുക, അത്തരം കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധയും ഒരു സുഖകരമായ ഒരു ഫീഡ്ബാക്ക് ഉണ്ടാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വിജയിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ പുതുവർഷം, അതായത് ഈ വരുന്ന നമ്മുടെ വിഷുഫലം കൊണ്ട്, മേട സംക്രമം കൊണ്ട്, വിഷു സംക്രമം കൊണ്ട് ഈ വരുന്ന വർഷം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഗുണകരമായ മാറ്റം വരട്ടെ. നിങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും സപ്പോർട്ടിനും ലൈക്കിനും എല്ലാം നന്ദി പറയുന്നു. ഇതിൻ്റെ താഴെയായിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്. ഞാൻ കോൾ അധികം അറ്റൻഡ് ചെയ്യാറില്ല. ആവശ്യമുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അതിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ ഫ്രീ ആവുന്ന മുറയ്ക്ക് മറുപടി തന്നോളും. എന്തായാലും ഈ വിഷുവിൽ എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ. ഹരേ കൃഷ്ണ. നന്നായി വരും.